ഹലോ ഫ്രണ്ട്സ്. അപ്പം നമുക്കിന്ന് പുതിയൊരു ട്രിക്ക് പരിചയപ്പെടാം. ഇത് യൂസ്ഫുൾ ആവാന്ന് പറഞ്ഞാൽ അധികവും റെഡ്മി മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ അധികവും നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഈ വാട്സപ്പ്, അതുപോലെ ഫേസ്ബുക്ക്, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് നമുക്ക് രണ്ടായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഈ റെഡ്മി ഈ ഒരു ഫങ്ഷൻ കൊണ്ട്. എന്നാൽ നമ്മളധികവും ഇപ്പം ഡബിൾ സിം യൂസ് ചെയ്യുന്ന സിമ്മായിരിക്കും അധികം യൂസ് ചെയ്യുക അധികം ആൾക്കാരും. അപ്പം അതിൽ തന്നെ ഡബിൾ വാട്സപ്പ് യൂസ് ചെയ്യാനും, അതേപോലെ തന്നെ 2 ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരേ ടൈമിൽ 2 ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യാനുള്ള പറ്റും ഈ ട്രിക്ക് കൊണ്ട്. ഫേസ്ബുക്ക് ഇത് മാത്രമല്ല, ഏത് ആപ്ലിക്കേഷൻ നമ്മളെ എക്സ്ട്രാ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രിക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യുക, ഡബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇപ്പം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന അതേ ഒറിജിനൽ ആപ്ലിക്കേഷൻ, നമ്മൾ ക്രാക്ക് അല്ലാത്ത പുറത്ത് നമ്മളിപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ പുറത്തുള്ള GB വാട്സപ്പ് അങ്ങനത്തെ വാട്സപ്പുകളുണ്ടല്ലോ നമ്മളെ ക്രാക്ക് ചെയ്തിട്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്, അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതേ ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. നമ്മൾ റെഡ്മിയിലാണ് അധികം ഈ ഒരു സിസ്റ്റം ഉള്ളത്. നമ്മൾ ആപ്ലിക്കേഷൻസ് അതിലൂടെയൊക്കെയാണ് നമുക്ക് ഡുവൽ ആപ്സ് എന്നുള്ളത്. അത് ഞെക്കുക. അത് ഞെക്കിയാൽ നമുക്കിവിടെ കാണാം നമ്മളെന്ത് ചെയ്യും, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും. വാട്സപ്പ് ഞാൻ ഇപ്പോൾ ഓൾറെഡി വാട്സപ്പ് 2ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒറിജിനൽ വാട്സപ്പ് നമ്മൾ മറ്റേ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രൈവസി ഉണ്ടാവില്ല. അപ്പോൾ അതിനാണ് ഇങ്ങനത്തെ ഒരു MI കൊണ്ടുവന്നെന്ന് തോന്നുന്നു. നല്ല യൂസ്ഫുള്ളാണ്. അത് അറിയാത്തവർ അധികം പേരും അറിയാത്തതുണ്ട്. അതാണ് ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചത്. അപ്പോൾ ഇതാ ഫേസ്ബുക്ക് മെസ്സഞ്ചർ നമ്മളിതാ അധികതും ഇതെല്ലാം കണ്ടാൽ അറിയാം. ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യുന്നതാണ്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് എന്ത് കാണാം. ഇല്ല, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ഫേസ്ബുക്കാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 ആക്കുന്നത് ആപ്സ് ഡുവൽ ഫേസ്ബുക്ക്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്തൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഐ സൈഡ് ഹോം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാൻ നോക്കാം. എന്താ ഇത് ഒറിജിനലി, ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്നതാണ്. ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ പറയും ഇത് ഡുവൽ ആപ്സ് ആണെന്നുള്ളത്. ജസ്റ്റ് ലോഡ് ചെയ്ത് സെയിം ഇതാണ്, വേറെ മറ്റേ ആഡ്സും കാര്യങ്ങളൊന്നും വരില്ല ഈ ആപ്സിൻ്റെ അത്. അല്ലേ? ഓക്കെ.